ജൂൺ 19 മുതൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ വായനാ വാരാഘോഷം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെയും യുവതലമുറയെയും ഒക്കെ തന്നെ സമൂഹത്തിന്റെ നല്ല ഏടുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് വായനാശീലം. സ്കൂളുകളിലും കോളേജുകളിലുമുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒട്ടനേകം കുട്ടികളുണ്ട്. കാഴ്ച പരിമിതരും കേൾവി പരിമിതരുമായിട്ടുള്ള മറ്റ് ഭിന്നശേഷി കുട്ടികളൊക്കെ തന്നെ ഈ ഗണത്തിൽ വരുന്നവരാണ്. അവരെ കൂടി വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് മെത്തഡോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ വായനാ വാരാഘോഷത്തിൽ കേരളത്തിന്റെ സാമൂഹ്യനീതി വകുപ്പ് നിഷുമായി ചേർന്ന് ഒരു പുതിയ പ്രയത്നത്തിന് തുടക്കം കുറിക്കുന്നത്. 7 ദിവസങ്ങളിലായി പുറത്തിറക്കുന്ന ഈ ഇൻക്ലൂസീവ് റീഡിംഗ് മെറ്റീരിയലുകളിൽ കാഴ്ച പരിമിതവർക്കും കേൾവി പരിമിതിയുള്ളവർക്കും കൂടി ഈ വായനാശീലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും വായനാശീലത്തിലൂടെ അറിവിന്റെ ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഉദ്യമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിൽ ഈ ഒരു ഉദ്യമത്തിലൂടെ പുറത്തേക്ക് വരുന്ന നോട്ടീസുകളിൽ ഉള്ള QR കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സൈൻ ലാംഗ്വേജിലൂടെയും ഓഡിയോയിലൂടെയും ഈ വായനയുടെ വസന്തത്തിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. എന്നിരുന്നാലും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കുന്നതിൽ ഈ ഒരു തുടക്കത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് വകുപ്പ് വിശ്വസിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നിഷിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ അഭിനന്ദനങ്ങൾ വകുപ്പിന്റെ പേരിൽ കൂടി അറിയിക്കുകയാണ്. ഈ വായനാ വാരത്തിൽ ഇതൊരു നല്ല തുടക്കമാകട്ടെ. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഭിന്നശേഷി കുട്ടികളെ കൂടി വായനയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ നമുക്ക് ഈ ഒരു ഉദ്യമത്തിലൂടെ തുടക്കം കുറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.